എന്തിനാണ് ആകാശപാത മുടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കോട്ടയം ആകാശപാത തുടങ്ങുന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് 2 ആകാശപാതകൾക്കുള്ള പദ്ധതിയിട്ടതും അതിനുശേഷമുള്ള സാങ്ഷൻ കൊടുത്തതും പിന്നീട് അവർ പണി പൂർത്തിയാക്കിയതും. തിരുവനന്തപുരത്തും തൃശ്ശൂരും 2 സ്ഥലത്തും അത് പൂർത്തിയാക്കി അവർ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇനി എന്തിനാ 8 കൊല്ലക്കാലമായി ചവിട്ടിയ ഈ ആകാശപാത ഇനിയും എന്തിനാ ഒരു വാശിയോടുകൂടി ചവിട്ടി മുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കോട്ടയം ജനത ചോദിക്കുന്ന ചോദ്യമാണ്. സ്വാഭാവികമായിട്ട് അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം. എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കണം. CPM-ൻ്റെ ഒരു ചർച്ച അതിലവർ പറയുന്നത് ഞങ്ങളിത് നിർത്തണമെന്ന് പറഞ്ഞില്ല എന്നാണ്. CPM-ൻ്റെ എന്തിനാ CPM-നെ കുറ്റപ്പെടുത്തി പറയുന്നത് എന്നൊരു ചോദ്യം കൂടി അവർ ചോദിച്ചു. CPM-നെ ഞങ്ങൾക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല. പക്ഷേ CPM-ആണ് പരസ്യമായി പത്രത്തിൽ കൊടുത്തത്, മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് ആകാശപാത പറ്റില്ല എന്നൊരു തരമാണ്. എന്തടിസ്ഥാനത്തിലാണ് പറ്റില്ല എന്ന് പറയാൻ? അതിനുള്ള എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്ക് ഫയലോ അവരുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ല. വളരെ മിയറായ ഏകദേശം സങ്കുചിതമായ ഒരു ചിന്തയോടുകൂടി ഇത് നടത്തിക്കില്ലിവിടെ എന്നൊരു കുട്ടികളുടെ പിടിവാശിയോടുകൂടി ചില ആളുകൾ എടുക്കുന്ന നടപടികളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഇടം വച്ചത്. അത് വരരുത്. ഇത് കോട്ടയം പ്രൈഡാണ്. കോട്ടയം ജനതയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. തെറ്റിദ്ധാരണ കൊണ്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൂടി ഇതിനകത്ത് രംഗത്ത് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അവർ മാറി നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവർ കൂടി ഇതിനകത്ത് വരണം. വന്ന് കോട്ടയം ജനതയുടെ ഒരു പൊതുചിന്തയുടെ ഒരു തെങ്കിങ്ങാണ് എന്നുള്ള നിലയിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനെ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതിനുള്ള ഒരു അഭിമാന പ്രശ്നമായിട്ട് ആരെങ്കിലും എടുക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകണം. ആ പൂർത്തീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മളത് നടക്കാതിരിക്കാൻ വേണ്ടി തടസ്സവാദം പറയുക. ആ തടസ്സവാദം അല്ലല്ലോ നമുക്കിവിടെ വേണ്ടത്. ഇതിൻ്റെ ഒരു രൂപത്തിൽ ഒരു ഘടകത്തിൽ പോലും ഇവരാരും ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യം ചോദിച്ചു ഭൂമി എടുക്കണ്ടേ? എവിടെ ഭൂമി എടുക്കേണ്ടത്? ഭൂമി എടുക്കുന്നതെന്ന് പറയുന്നത് ലിഫ്റ്റ് വെക്കുന്ന വേറെ ഏതോ പ്രദേശത്താണ് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. അല്ല, ലിഫ്റ്റ് വെക്കുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. അവിടെയെല്ലാം കൃത്യമായിട്ട് ആ ഭൂമി കൂടി ഇട്ടുകൊണ്ടാണ് അതിൻ്റെ ചുറ്റുവട്ടം കെട്ടിയിരിക്കുന്നത് എന്നുള്ള സത്യം അവരാലോചിക്കേണ്ടത്. ഇന്നല്ല തുടങ്ങിയത്, ഇത് 8 കൊല്ലമായില്ലേ. അതിൻ്റെ ചുറ്റും നമ്മളുടെ നടക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വേലും ഉണ്ടാക്കിയിട്ടുള്ളത് നാളെ ഇവിടെ ലിഫ്റ്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ മുൻകൂട്ടി ചെയ്തു വെച്ചതാണ്. അല്ലെങ്കിൽ അത്ര വിസ്തൃതിയിൽ അതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടതാണ്. അപ്പം നമുക്ക് ഭൂമി എവിടെ നിന്ന് എടുക്കും എന്ന് ചോദിക്കുകയാണ്. അതെടുക്കാതെ തന്നെ ഇതൊക്കെ നടക്കും എന്നുള്ളത് ആ ഫയലിനകത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതുമാണ്. ആരുടെ കുറ്റം കൊണ്ടായി ഇത്രയും? അല്ല, അതേ വകുപ്പ് തന്നെ, മന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ആ വകുപ്പ് തന്നെയാണ് ഇതിൻ്റെ മൊത്തം ചെലവ് ഇത്രയാകുമെന്ന് പറഞ്ഞത്. അന്ന് മന്ത്രി ചെയർമാനായിരിക്കുന്ന റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് അതിനുള്ള എമൗണ്ട് സാങ്ഷൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ അന്ന് അവർ പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ഡിലേ കൊണ്ടുവന്നത് എങ്ങനെയാണ് ഡിലേ ഉണ്ടായത്? ഡിലേ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഡിലേ കൊണ്ടുണ്ടായിട്ടുള്ള തടസ്സം ആര് വഹിക്കും എന്ന് ചോദിക്കുന്ന സാധാരണഗതിയിൽ അമ്മയെ കൊന്നിട്ട് ഞാൻ അമ്മയില്ലാത്തവനാണ് എന്ന് അഭിനയിക്കുന്നത് പോലെ അല്ലേ ഉള്ളൂ. അത് അങ്ങനെ അല്ലല്ലോ. ഇത് കൃത്യമായ കണക്കുകളുണ്ട്. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തത്. 5,18,00,000 രൂപ എന്ന് പറയുന്നത് ഗവൺമെൻറ് എനിക്ക് നിയമസഭയിൽ തന്നിട്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവിനകത്ത് ആ ഉത്തരത്തിനകത്ത് എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഇത്ര രൂപ. അത് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 4 വർഷം കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഉത്തരം പറഞ്ഞ മന്ത്രിക്ക് അഭിപ്രായിച്ച ആൻ്റണി രാജു ഉത്തരം പറഞ്ഞത് അദ്ദേഹത്തിനൊരു തർക്കമില്ലല്ലോ. അതിനുശേഷം ഇപ്പോൾ ഈ പുതുതായിട്ട് 6 മാസം കൊണ്ട് എന്ത് പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ മുടക്കാൻ വേണ്ടി ന്യായം കാണുകയാണ്. അങ്ങനെ ഒരു നടപടി എടുക്കരുത്. ഒരു നിർമ്മാണ പ്രവർത്തനം എവിടെയാകട്ടെ, അത് ഞാൻ പറയുന്നു, ഇവിടെ പത്തനാപുരത്താവട്ടെ, കൊട്ടാരക്കരയാവട്ടെ, കോട്ടയത്താകട്ടെ, കൊല്ലത്താകട്ടെ, എവിടെയാവട്ടെ, ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു ഗവൺമെൻറ് നടത്തിയാൽ ആ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം എന്താ? അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്.
അത് പൂർത്തിയാക്കുന്നതിന് പകരം തടസ്സങ്ങൾ പറയുന്നത് എന്തിനാ? ഇത്രയും വാചാലമായി സംസാരിച്ച മന്ത്രി, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊക്കെയാണ്, പക്ഷേ അദ്ദേഹം കോട്ടയത്ത് വന്ന് ഇതൊന്നും കാണുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം ബിനാലെയാണ് എന്നാണ് പറഞ്ഞത്. ബിനാലെ അവിടെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് എന്നൊരു തോന്നല. ഞാൻ പറയാം, അങ്ങനെയൊക്കെ പറയാമോ? ഒരു സമൂഹത്തെ അങ്ങനെ ആക്ഷേപിക്കാമോ? നമ്മളാരും ബുദ്ധിയില്ലാത്ത ആളുകളാണോ? കോട്ടയത്തുള്ള ആളുകൾ അഭിമാനബോധം ഇല്ലാത്ത ആളുകളാണോ? ബിനാലയുടെ പ്രതിഭ വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പുള്ളി ധരിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണോ? സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും മന്ത്രി അതിനൊത്ത രൂപത്തിൽ ഉയർന്നു വേണ്ടേ ഒരു മറുപടി നിയമസഭയിൽ പറയാൻ? അവിടെ ബിനാലെയാണോ എന്ന് അദ്ദേഹം ധരിച്ചു എന്ന് ഒരു വലിയ ഹാസ്യ രൂപത്തിൽ അത് ഒരു പറഞ്ഞത് കോട്ടയം നിവാസികളെ അപമാനിക്കലായിരുന്നു. അതൊരിക്കലും ചെയ്യരുത്, ഒരു മന്ത്രി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രിയല്ലേ, സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ കോടതിയിലൊരു അഫിഡവിറ്റും പുറത്ത് നിയമസഭയിൽ വേറൊരു രൂപത്തിലും പറയാൻ പറ്റുമോ? ഞാനിതിപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെ കോടതിയിലുള്ള കേസിൽ ഒരിക്കലും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ഇതൊക്കെ പറയുന്നത്? അതിനു മുമ്പ് മന്ത്രിമാരുണ്ടായിരുന്നല്ലോ, അവരാരും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ, ഒരു ജനതയെ അപമാനിക്കുന്ന ഒരു നടപടി ഒരു മന്ത്രിയും ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിൽ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ പാരമ്പര്യമുള്ള ഒരാളും അങ്ങനെ ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് പൊളിച്ചു നീക്കാൻ എന്ത് ബദൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയാണ് ഉള്ളത്? അതിങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇല്ലില്ല, ഇന്ന കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഇത് പൊളിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രസ് ക്ലബ്ബ് പൊളിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ അനുവദിച്ച ഭൂമിയാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നതാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് നമ്മളത് ചെയ്തതാണ്. ഇതിൻ്റെ പഠിക്കൊരു PWD ഓഫീസ് ഉണ്ടായിരുന്നു. ആ PWD ഓഫീസിനോട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി നിങ്ങൾക്ക് വഴിയെല്ലാം നല്ല വിശാലമായിട്ട് കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ്? ഈ പ്രസ് ക്ലബ്ബ് കോട്ടയം ജനതയുടെ ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ആ നടപടി എടുത്തതാണ്. ഇതല്ലേ ഇതുപോലെ ഓരോ കാര്യത്തിലും അവിടെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതിൽ തടസ്സവാദം ഉണ്ടാക്കുകയും തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയും ചെയ്യില്ല. അദ്ദേഹവും ആ സമയത്തുണ്ടായ എന്തോ വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ.